ഇതിനെന്താ പറയാ സൺ ഇത് കാരണം എന്റെ ഫേസിൽ പണ്ട് തൊട്ടേ ഒരു അതൊക്കെ ഞാൻ കാണിക്കുന്നത് ഇവിടെയുള്ള വിഷ്ണുഭട്ട് എന്ന് പറയുന്ന ഡോക്ടറെയാണ്. ഞാൻ ഒരാളുടെയും വീഡിയോ കണ്ടിട്ട് പോയിട്ട് ആ പ്രൊഡക്റ്റ് വാങ്ങി പർച്ചേസ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പൊ ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാല്, കുറച്ചു നേരം മുന്നേ ഹെലനോസ് പാട്ട ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരത്തിയുടെ ചാനലില്. അപ്പൊ ആ വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പുച്ഛമാണ് തോന്നിയത്. അത് തോന്നാനുള്ള റീസൺ എന്താന്ന് വെച്ചാല്, ഞാൻ പുള്ളിക്കാരത്തിയുടെ ഒരു സബ്സ്ക്രൈബർ ആയിരുന്നു. പണ്ടോട്ടെ ഞാൻ ഹെലനോസ് പാട്ടയുടെ ഒരു സബ്സ്ക്രൈബർ ആയിരുന്നു. പക്ഷെ ഇന്നത്തെ ആ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ അതിശയിച്ചു പോയി. അതായത് അവരുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു ബഹുമാനം ഇല്ലാത്ത രീതിയിലായിരുന്നു ആ ഒരു വീഡിയോ. സബ്സ്ക്രൈബേഴ്സ് മാത്രമല്ല, അവരുടെ വീഡിയോ ആരൊക്കെയാണോ കാണുന്നത് അവരെ എല്ലാരെയും ഒരുമാതിരി പുച്ഛിച്ചുകൊണ്ട് തള്ളിയതാണ് ഹെലനോസ് പാട്ട. അത് പറയാനുള്ള കുറെ റീസൺസുകളുണ്ട്. അതെന്തായാലും ഞാൻ എവിഡന്റ് ആയിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അതാണ് ഒരു ടോപ്പിക് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പം ചില കാര്യങ്ങൾ നമ്മൾ ഇന്നലെ ഓൾറെഡി പറഞ്ഞതാണ്, മൈ വേ ബൈ കല്യാണിയുടെ വീഡിയോ നമ്മൾ ഇനി എന്തായാലും ചെയ്യാൻ പോകുന്നില്ലെന്നുള്ളത്. അപ്പം ഹെലനോസ് പാട്ടയുടെ ഇത്രയും ദിവസം ഒരു റിയാക്ഷൻ ഇല്ലായിരുന്നു. ആ ഒരു മൈ വേ ബൈ കല്യാണിക്ക് ഒരു റിയാക്ഷൻ ഇല്ലായിരുന്നു. പക്ഷെ ഇന്നൊരു റിയാക്ഷനുമായിട്ട് വന്നിട്ടുണ്ട്. കാരണം നമ്മളെ പോലത്തെ ഉള്ള കുറെ ആൾക്കാര് ചോദിക്കുന്നുണ്ട്, ഈ പ്രൊമോഷൻ ചെയ്തിട്ട് എല്ലാവരുടെയും ഫേസ് കളഞ്ഞിട്ട് ആ പ്രൊഡക്ട്സ് ഫേക്ക് പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് അവരുടെ ഫേസ് കളഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തുവാ കിട്ടുന്നെന്നുള്ളത്. അപ്പൊ അതിന്റെ ഒരു റെസ്പോൺസ് ആയിട്ടാണ് ഹെലനോസ് പാട്ട ആ വീഡിയോ ചെയ്തേക്കുന്നത്. സത്യം പറഞ്ഞ ഒരുമാതിരി വൃത്തിയട്ട റെസ്പോൺസ് ആയിരുന്നു നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഹെലനോസ് പാട്ട തന്നേക്കുന്നത്. ഒരു ചീപ്പ് റെസ്പോൺസ്. ഓക്കെ, അപ്പൊ അതിനകത്ത് സംഭവം എന്താന്ന് വെച്ചാൽ, പുള്ളിക്കാരത്തി ആദ്യം ചോദിക്കുന്നത്, നമ്മൾ എല്ലാവരുടെയും വ്യൂവേഴ്സിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞങ്ങൾ പ്രൊമോട്ട് ചെയ്തിട്ട് നിങ്ങളെ ആ സാധനം മേടിക്കാനായിട്ട് നിർബന്ധിക്കുന്നുണ്ടോ, നിങ്ങളോട് ആരെങ്കിലും ആവശ്യപ്പെട്ടോ എന്നാണ് പുള്ളിക്കാരത്തിയുടെ ഒരു ചോദ്യം. അപ്പൊ ജസ്റ്റ് ആ ഒരു ഗ്ലിംസ് മാത്രം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കാണിക്കാം. ആരും ഈ വേ ബൈ കല്യാണി ആവട്ടെ, പിന്നെ ഗ്ലാമി ഗംഗ ആവട്ടെ, ഈ പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ആരും തന്നെ ഒരാളുടെയും വീട്ടിൽ വന്നിട്ടോ അല്ലെങ്കിൽ അവരെ പേഴ്സണലി വിളിച്ചിട്ടോ ഈ പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങിയേ പറ്റൂ, ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിന്റെ മുന്നിൽ നാളെ സൂര്യൻ ഉദിക്കില്ല എന്നോ നാളെ തന്നെ നിങ്ങളെ തീർത്ത് കളയുന്നോ ആരും പറയുന്നില്ല. മനസ്സിലായില്ലേ? ഇങ്ങനൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇഫ് യു വോണ്ട് ടു, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ട്രൈ ചെയ്യാം എന്നുള്ളതാണ്. മാർക്കറ്റിൽ ദിസ് പ്രൊഡക്റ്റ് ഈസ് അവൈലബിൾ. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് കണ്ടല്ലോ. അതിനകത്ത് ചോദിക്കുന്നത് എന്താന്ന് നിങ്ങൾ കേട്ടല്ലോ. എല്ലാവരോടും ആ സാധനം യൂസ് ചെയ്യാൻ പറഞ്ഞിട്ട് അവർക്ക് ആർക്കെങ്കിലും വല്ലതും പ്രശ്നം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടാണോ എന്ന്. പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത്? ഈ ക്വസ്റ്റ്യൻ ഹെലനോസ് പാട്ടനോട് എനിക്ക് ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ. അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണുള്ള ഈ ചോദ്യം. പിന്നെ നിങ്ങൾ ഇൻഫ്ലുവൻസർ, ഈ ഇൻഫ്ലുവൻസറിന്റെ മീനിങ് എന്തോ അത് നിങ്ങൾ ഡിക്ഷണറി പോയി നോക്കിയിട്ടുണ്ടോ? അതിന്റെ മീനിങ് എന്തോ അത് നിങ്ങൾ ആദ്യം നോക്ക്. എന്നിട്ട് ഇൻഫ്ലുവൻസർ ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇരിക്കുക. അതായത് അവരുടെ യൂട്യൂബ് ചാനലിൽ കയറ്റിയിട്ട്, ഇൻസ്റ്റാഗ്രാമിൽ ചാനലിൽ കയറ്റിയിട്ട് അവര് കുറെ പ്രൊഡക്ട്സ് ഒക്കെ പ്രൊമോട്ട് ചെയ്ത് അതിൻ്റെ അകത്തുനിന്ന് കുറെ റിയാക്ഷൻസ് ഉണ്ടായ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഹെലനോസ് പാട്ട. അതായത് നിങ്ങളോട് ഞങ്ങൾ ആവശ്യപ്പെട്ടോ ആ ഒരു പ്രൊഡക്ട്സ് മേടിക്കാനെന്ന്. നിങ്ങൾ ആവശ്യപ്പെട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ആ വീഡിയോസ് ചെയ്യുന്നത്? അത് നിങ്ങളുടെ എന്തായാലും പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ആ പൈസ നിങ്ങളുടെ അടുത്ത് തന്നെ വെച്ചു. ഞങ്ങളാരും ആ പൈസ എന്തായാലും ചോദിച്ചിട്ട് വന്നിട്ടില്ല. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാല്, അതങ്ങനെ ചോദിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വല്ലതും റിയാക്ഷൻസ് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തം നമ്മൾ തന്നെയാണ്. ഇത് ഞാൻ മിനിങ്ങാന്നത്തെ വീഡിയോയിലോട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് വല്ലതും ഇഷ്യൂസ് വരുവാണെന്നുണ്ടെങ്കിൽ അത് ഒറ്റ മനുഷ്യരുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പോകുന്നില്ല. അവരവസാനം ചോദിക്കാൻ പോകുന്ന ചോദ്യം ഇതാണ്, ഞാൻ നിന്നോട് പറഞ്ഞോ മേടിക്കാനായിട്ട്, ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടോ മേടിക്കാനായിട്ട്. ഇതാണ് അവസാനം ഉണ്ടാവാൻ പോകുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ ഹെലനോസ് പാട്ട. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഹെലനോസ് പാട്ട ചോദിച്ചേക്കുന്ന അടുത്ത ചോദ്യം എന്താന്ന് വെച്ചാല്, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ, സ്കിന്നിൽ വല്ല ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടാൽ മതി, അവരതിനുള്ള ഒരു പരിഹാരം കണ്ടെത്തും എന്നാണ് അവർ പറയുന്നത്. അപ്പം ഈ വെളുക്കാനുള്ള ഒരു സോപ്പ്, അത് ഹെലനോസ് പാട്ട ചെയ്തേക്കുന്ന ഒരു പ്രൊമോഷൻ വീഡിയോ ആയിരുന്നു. അതെന്തായാലും ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് കാണിച്ചേക്കാവേ. അപ്പൊ അതിന്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളെ ആ ഒരു ഡിഫറൻസ് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾ ആ വീഡിയോ ഒന്ന് നോക്കി. ഇവിടെ പറയുന്നത് പോലെ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളെ ടാൻ പൂർണ്ണമായി മാറ്റാനൊന്നും ഈ ഒരു പ്രൊഡക്റ്റ് പറയുന്നില്ല. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് 7 ദിവസം നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മാജിക്കലി നിങ്ങളുടെ ടാൻ റിമൂവ് ആവുന്നത് അറിയാം. സ്കിൻ എക്സ്ഫോളിയേഷൻ, ഈ സോപ്പിന്റെ ടെക്സ്ചർ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ടാൻ ലെയർ റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇതാണ് ഇതിന്റെ സ്മൂത്ത് സൈഡ്. ഇത് നമ്മുടെ സ്കിൻ നല്ല നറിഷ് ആയിട്ടിരിക്കാനും സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിരിക്കാനും ഹെൽപ്പ് ചെയ്യും.
ഈ ഒരു പ്രൊഡക്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഭയങ്കര പ്രീമിയമും നാച്ചുറൽ ആണ്. ലൈക്ക് ഗോട്ട് മിൽക്ക്, സാൻഡൽവുഡ്, കോക്കനട്ട് ഓയിൽ, അതുപോലെ തന്നെ സാഫ്രോൺ യൂസ് ചെയ്യുന്നു. എന്റെ സ്കിന്നിലുള്ള ടാൻ നല്ലപോലെ റിമൂവ് ആയതായിട്ട് നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടി പറ്റും. നിങ്ങളത് കണ്ടല്ലോ. അതായത് സോപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് 7 days കഴിഞ്ഞിട്ട് ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. അതിൻ്റെ അകത്ത് ബിഫോർ ആൻഡ് ആഫ്റ്ററും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ഫോട്ടോ നിങ്ങളൊന്ന് സൂം ചെയ്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് ഡിഫറൻസ് എന്താന്ന് വെച്ചാല് പുള്ളിക്കാരത്തിയുടെ മുഖത്ത് ഒരു ലൈറ്റ് ആയിട്ട് ഒരു വെട്ടമടിക്കുന്നില്ല, അതൊരു നോർമൽ സ്കിന്നാണ്. രണ്ടാമത്തെ ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ അതായത് ആഫ്റ്റർ അതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ലൈറ്റിന്റെ ബ്രൈറ്റ്നെസ് ആണ്. ആ ബ്രൈറ്റ്നെസ് എന്താന്ന് വെച്ചാല് അവരുടെ മുടി നിങ്ങൾ നോക്കൂ, ആ ബാക്ക്ഗ്രൗണ്ട് നോക്കൂ, എല്ലാം ബ്രൈറ്റ് ആണ്. ഞാൻ മിനിങ്ങാന്ന് പറഞ്ഞ പോലെ 3 ദിവസം മുന്നേ ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചില ആൾക്കാർ ഇങ്ങനത്തെ വീഡിയോസ്, പ്രൊമോഷൻ വീഡിയോസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ബിഫോർ ആൻഡ് ആഫ്റ്റർ അവർ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ബിഫോർ എന്ന് പറയുന്നത് എല്ലാം ബ്ലാക്ക് ആയിരിക്കും, അവരുടെ ബാക്ക്ഗ്രൗണ്ട് സഹിതം. ഹെലനോസ് പാട്ടയുടെ വേറൊരു ഫോട്ടോ ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇതിന്റെ അകത്ത് ഡിഫറൻസ് എന്താണെന്നറിയോ? പുള്ളിക്കാരത്തിന്റെ കൈ എന്തായാലും വെളുത്തിട്ടുണ്ട്, പക്ഷെ അതിന്റെ കൂട്ടത്തിൽ പുള്ളിക്കാരത്തിന്റെ മുടിയും ഷൈനിങ് ആണ്. ആ ക്രീം എടുത്ത് ഹെലനോസ് പാട്ട മുടിയിലും തേച്ചോ, അതോ ആ സോപ്പ് എടുത്തിട്ട് മുടിയിലിട്ട് ഒരച്ചോ? അത് നിങ്ങൾ കാണും ഗൈസ്, നിങ്ങൾ ആ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. എന്റെ ചോദ്യം എന്ന് പറയുന്നത് വാലിഡാ. രണ്ടാമത്തെ കാര്യം, അതിന്റെ അകത്ത് കൈ രണ്ടും കാണിച്ചിട്ടുണ്ട്, ബിഫോർ ആൻഡ് ആഫ്റ്റർ. അതിന്റെ അകത്ത് ഒരു കൈയിന്റെ ടാറ്റു നല്ല പോലെ ഡാർക്ക് ആണ്, കാരണം അത് നോർമൽ ആയിട്ടുള്ള ഒരു സ്കിന്നാണ്. രണ്ടാമത്തെ കൈ, ഈ ലെഫ്റ്റ് കൈ നിങ്ങൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ആ ലെഫ്റ്റ് കൈന്റെ അകത്ത് പുള്ളിക്കാരത്തിയുടെ ടാറ്റു കാണാനില്ല. കാണാനുണ്ട്, പക്ഷെ അത് ബ്രൈറ്റ് അല്ല. കാരണം അവിടുത്തെ ലൈറ്റ് ബ്രൈറ്റ്നെസ് കൂട്ടി വെച്ചേക്കുവാണ്. ഇപ്പൊ നമ്മുടെ ഐഫോണിലോ അല്ലെങ്കിൽ നമ്മുടെ വേറെ ഫോണിലൊക്കെ നമുക്ക് ആ ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ താഴെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, നമ്മുടെ ബ്രൈറ്റ്നെസ് എത്ര സെറ്റ് ചെയ്യണം എന്നുള്ളത്. ആ ബ്രൈറ്റ്നെസ് നമ്മൾ എത്ര സെറ്റ് ചെയ്യുന്നു അതനുസരിച്ചായിരിക്കും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും നമ്മുടെ ഫേസും നമ്മുടെ എല്ലാം മാറുന്നത് കംപ്ലീറ്റ് ആയിട്ട്. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരട്ടെ. ലൈവ് വീഡിയോ നിങ്ങൾക്ക് ഞാൻ എന്റെ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ എങ്ങനെയാണുള്ളത്, കുറച്ച് ബ്രൈറ്റും കുറച്ച് ഫേസിന്റെ അകത്ത് ഒരു വെളുത്തതെന്ന് തന്നെ പറയാം. ഓപ്പൺ ആയിട്ട് ഞാൻ സംസാരിക്കാം. അതെങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? നോർമൽ അല്ലേ? ഇപ്പൊ അതിന്റെ ചേഞ്ചസ് ഞാൻ കാണിച്ചു തരാം. അതായത് ഞാൻ യൂസ് ചെയ്യുന്ന ലൈറ്റ് ഞാൻ ഓഫ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്റെ നോർമൽ സ്കിന്നിലോട്ടായിരിക്കും അത് മാറുന്നത്. അത് നിങ്ങൾ നോക്കൂ. കണ്ടോ നിങ്ങളെ ഡിഫറൻസ്? ഇത്രേ ഉള്ളൂ. ഇതാണ് സംഭവം. ഇപ്പൊ നിങ്ങൾക്കത് മനസ്സിലായോ? അത് കംപ്ലീറ്റ് ഒരു ബ്രൈറ്റ്നെസ് ആണ്. നമ്മുടെ ലൈറ്റും നമ്മുടെ ഫോണും നമ്മൾ എങ്ങനെയാണ് അത് സെറ്റ് ചെയ്യുന്നത്, അതാണ് ഡിഫറൻസ്. അതാണ് ഇവര് ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന് പറഞ്ഞ് നടക്കുന്നത്. വലിയ കാര്യത്തിന് ഒരു പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്തിട്ട് അത് അത്രത്തോളം നല്ലതാണെന്ന് പറഞ്ഞ് നടക്കുന്നത്. പിന്നെ അടുത്ത കാര്യം ഹെലനോസ് പാട്ട പറഞ്ഞേക്കുന്നത്, അതായത് ഇർറിലവന്റ് എക്സാമ്പിൾസ് ആണ് കൊണ്ടുവന്നേക്കുന്നത്. അതായത് ലാലേട്ടൻ ചായ കുടിക്കുന്ന കണ്ണൻ ദേവന്റെ ഒരു ഇത്, അത് പ്രൊമോഷൻ ചെയ്തിട്ടല്ലേ? പിന്നെ ബാക്കിയുള്ള ആൾക്കാർ, സിനിമ ആക്ടേഴ്സ് എല്ലാം പ്രൊമോഷൻ ചെയ്യുന്നത് അത് നല്ലതല്ലേ? എല്ലാം ശരിയാ, സമ്മതിച്ചു. അതൊക്കെയാണ് ഒരു പ്രൊമോഷൻസ്, സമ്മതിച്ചു. പക്ഷെ അത് അവരുടെ ഫേസ് യൂസ് ചെയ്തിട്ടല്ല അവരിത് ചെയ്യുന്നത്. അവരുടെ ബോഡിയിൽ അത് ഇതാവുന്നതല്ല. നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് ഓരോ ആൾക്കാരുടെയും ഓരോരോ സ്കിൻ അത് സെൻസിറ്റീവ് സ്കിന്നാണ്. ആ സ്കിന്നിനനുസരിച്ച് വേണം നമ്മൾ ഒരു ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട്. അത് നമ്മൾ ഇനി ഏത് ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്ത് പോയാലും ആദ്യം നമ്മുടെ സ്കിൻ അവർ ടെസ്റ്റ് ചെയ്തിട്ടാണ് ആ സ്കിന്നിന് പറ്റിയിട്ടായിട്ടുള്ള ഒരു മെഡിസിൻസ് ആണ് അല്ലെങ്കിൽ ക്രീംസ് ആണ് അവർ നമുക്ക് തരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, നിങ്ങളൊരു പ്രൊഡക്റ്റിനെ അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിൽ ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ഒരു ടെസ്റ്റ് റിസൾട്ട് ഞങ്ങളെ കാണിക്കണം. എന്നിട്ട് ആ പ്രൊഡക്റ്റ് നിങ്ങൾ അത് പ്രൊമോട്ട് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ പറയണം ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് നല്ലതാണ്, നിങ്ങളുടെ സ്കിന്നിനനുസരിച്ച് നിങ്ങളുടെ ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് അവിടെ അവർ ക്ലിനിക്കലി ഓക്കെ ഈ പ്രൊഡക്റ്റ് നിങ്ങളുടെ ഫേസിന് ഇത് ചെയ്യുവാണ് നല്ലതെന്നുണ്ടെങ്കിൽ അത് മര്യാദ. അപ്പൊ അല്ലാതെ ഹെലനോസ് പാട്ട പറയുന്ന പോലെ അല്ല കാര്യങ്ങൾ. പുള്ളിക്കാരത്തി തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു ചെറിയൊരു പിമ്പിളോ അല്ലെങ്കിൽ സൺറൈസിന്റെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ ആയിട്ടാണ് ഞാൻ എന്റെ സ്കിന്നിന്റെ അടുത്ത് പോകുന്നുള്ളത്. അത് നമുക്ക് എങ്ങനെ അറിയാം? ആ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് അവർക്ക് വല്ലതും പ്രശ്നം വന്നിട്ടുണ്ടോ എന്ന് അവർ തുറന്നു പറയുമോ? ഒരിക്കലും പറയത്തില്ല. കാരണം അത് പ്രൊമോഷൻ ആണ്, പെയ്ഡ് പ്രൊമോഷൻ. അവർ ആ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവർക്ക് ലക്ഷങ്ങളാണ് അവരുടെ അക്കൗണ്ടിലോട്ട് വരുന്നത്. അതിനാണ് പെയ്ഡ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ആ ഗാർ സോപ്പ് തന്നെ, അതായത് ഹെലനോസ് പാട്ട പ്രൊമോട്ട് ചെയ്ത ഒരു സോപ്പിനെ പറ്റി തന്നെ വേറൊരാൾ അതിന്റെ ഒരു ഇത് പറയുന്നുണ്ട്, റിവ്യൂ പറയുന്നുണ്ട്. അതായത് പുള്ളിക്കാരന് ഏറ്റവും വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നത്. പുള്ളിക്കാരൻ പറയുന്നത് ഈ ഒറ്റ ദിവസത്തിനുള്ളിൽ 7 ദിവസത്തിനുള്ളിൽ ഒരിക്കലും നമ്മുടെ സ്കിന്നോ നമ്മുടെ ടാനോ പോകത്തില്ല. കാരണം അതൊക്കെ എന്ന് പറയുന്നത് ജസ്റ്റ് വാഷ് ഔട്ട് ആണ്. ഈ സോപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ അങ്ങനത്തെ വാഷ് ചെയ്യുവാണ്. അല്ലെങ്കിൽ നമ്മുടെ മറ്റേ ആ സിനിമയ്ക്കകത്ത് സലീം കുമാർ ആ ഇതിന്റെ അകത്ത് കിടന്നിട്ട് ഉള്ള സോപ്പും പതയും എല്ലാം ദേഹത്ത് തൂത്തിട്ട് അങ്ങനെ വല്ലതും പോവാണെന്നുണ്ടെങ്കിൽ നമുക്കറിയത്തില്ല.
അപ്പൊ അതുകൊണ്ടാണ് ഗൈസ് ഞാൻ നിങ്ങളുടെ എല്ലാവരോടും പറയുന്നത്, എന്റെ വ്യൂവേഴ്സിനോട്, അതായത് ഈ പ്രൊമോഷൻ എന്ന് പറയുന്നത് ഇതെല്ലാം പറ്റിപ്പാണ്. അവരുടെ കയ്യിൽ അവർക്ക് കിട്ടാനുള്ള പൈസ അവരുടെ അക്കൗണ്ടിൽ അവർക്ക് അത് കിട്ടുന്നുണ്ട്. അവർക്ക് വല്ല ഇഷ്യൂ വന്നാലും അത് വെച്ച് ട്രീറ്റ് ചെയ്യാനുള്ള എല്ലാ പൈസയും അവരുടെ കയ്യിലുണ്ട്. പക്ഷെ നമ്മളെ പോലത്തെ ഉള്ള ആൾക്കാരെയാണ് അവർ മണ്ടന്മാരാക്കുന്നത്. ബാക്കി ഹെലനോസ് പാട്ട പറഞ്ഞേക്കുന്ന വീഡിയോയിലെ കാര്യങ്ങൾ ഞാൻ പറയാം. ഹെലനോസ് പാട്ട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അകത്ത്, നമ്മളൊക്കെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നത് നമുക്ക് അസൂയ കാരണം കൊണ്ടാണ്. അവർക്ക് പ്രൊമോഷൻ ചെയ്തിട്ട് അവർക്ക് ആ പൈസ കിട്ടുന്നുണ്ട്, നമുക്കത് കിട്ടുന്നില്ല, അതിന്റെ അസൂയാണ് ഞങ്ങൾക്കെന്നുള്ളത്. ഹെലനോസ് പാട്ടയ്ക്ക് ഇത് പറയാൻ ഒരു ലേശം ഉളുപ്പെന്ന് പറഞ്ഞൊരു സാധനമുണ്ടോ, ലേശം നാണം എന്ന് പറഞ്ഞൊരു സാധനമുണ്ടോ? കാരണം ഓരോ വീഡിയോയില് നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ എന്നെ പേഴ്സണലി ലിങ്ക് നിട്ടാ മതി, ഞാൻ ആ ലിങ്ക് അയച്ചു തരാമെന്ന്. അപ്പൊ ഈ ആക്രാന്തി ആർക്കാണ്? നിങ്ങൾ പ്രൊമോട്ട് ചെയ്തിട്ട് നിങ്ങൾ ആ പൈസ മേടിച്ചിട്ട് ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ ലിങ്ക് ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ആ പൈസ മേടിച്ചിട്ട് നിങ്ങളാണ് തിന്നുന്നത്. ഞങ്ങളെന്ന് പറയുന്നത് ആ പ്രൊഡക്റ്റ് ഞങ്ങൾ മേടിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ കയ്യിൽ നിന്നാണ് ഞങ്ങൾ പൈസ കൊടുത്തിട്ട് ആ പ്രൊഡക്റ്റ് മേടിക്കുന്നത്. ഞങ്ങളുടെ പൈസ വെച്ചിട്ട് നിങ്ങൾ അത് തിന്നുന്നു. ഇതാണ് ഹെലനോസ് പാട്ട നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. അല്ലാതെ യൂട്യൂബ് ഉണ്ടെന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഫോളോവേഴ്സ് ഉണ്ടെന്നും പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ വന്നിട്ട് എന്തോ പറഞ്ഞെന്ന് വെച്ചാലും നമ്മളൊന്നും കേൾക്കാനായിട്ട് നിൽക്കുന്നതല്ല ഇവിടെ. ഈ ഹെലനോസ് പാട്ട പറയുന്നത് നമുക്ക് എല്ലാവർക്കും ആക്രാന്തമുള്ള കാരണം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ റിയാക്ഷൻ വീഡിയോസോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറ്റങ്ങളെല്ലാം കണ്ടുപിടിക്കുന്നുള്ളത്. അപ്പം ഹെലനോസ് പാട്ടയ്ക്ക് എനിക്ക് ഒന്നുകൂടെ ഒരു ചോദ്യം കൂടെ ചോദിക്കാനുണ്ട്. അപ്പൊ മോൾക്ക് എന്തോ ആണാവോ? മോളുടെ വീഡിയോസ് കാണാനായിട്ടല്ലേ ആൾക്കാർക്ക്, വീഡിയോസ് കണ്ടിട്ട് പൈസ മേടിച്ച് തിന്നാനായിട്ടല്ലേ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇടുന്നത്? അപ്പൊ മോൾക്കത് ആ ഒരു ആക്രാന്തം ഇല്ലേ? അതായത് നമ്മളെ പോലത്തുള്ള വ്യൂവേഴ്സിന്റെ കയ്യിൽ നിന്ന് നമ്മൾ വീഡിയോയും കാണണം, നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റും മേടിച്ചിട്ട് ആ പൈസയെല്ലാം നിങ്ങൾക്ക് കിട്ടി. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഈ പൈസ ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നത് ഞങ്ങളുടെ അടുത്തുനിന്നാ. ഞങ്ങൾ ആ പ്രൊഡക്റ്റ് മേടിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു പൈസ കിട്ടുന്നത്, അല്ലാതെ ഫ്രീ ആയിട്ടല്ല. അപ്പൊ ആ ഒരു കാര്യം എന്തായാലും മോളൊന്ന് മനസ്സിലാക്കണം. എന്നിട്ട് സംസാരിക്കുമ്പോ കുറച്ച് മാന്യതത്തോടെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പോലുള്ള വ്യൂവേഴ്സ് എല്ലാം അത് കണ്ടിരിക്കാനായിട്ട് ഞങ്ങൾക്ക് നല്ലതായിരിക്കും. ഇപ്പൊ എന്തായാലും വ്യൂവേഴ്സ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേറൊരു കാര്യം കാണിച്ചു തരാം. പുള്ളിക്കാരത്തിന്റെ സബ്സ്ക്രൈബേഴ്സ് തന്നെ കുറെ കമന്റ്സ് ഇട്ടിട്ടുണ്ട്. ആ കമന്റ്സ് ഞാൻ ഇവിടെ ഒന്ന് പിങ് ചെയ്യാം, നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. പുള്ളിക്കാരത്തിന്റെ സ്വന്തം സബ്സ്ക്രൈബേഴ്സ് പറയുന്നതാണ്. അപ്പൊ അത്രത്തോളം ഞാൻ പറഞ്ഞല്ലോ, ഹെലനോസ് പാട്ടയുടെ വീഡിയോസ് ഞാനും കാണാറുള്ള ഒരു വ്യക്തിയായിരുന്നു, ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നത്. അതായത് നിങ്ങൾ ആ വീഡിയോ ചെയ്യുന്നതും നിങ്ങൾ ആ ലിങ്ക് അയച്ചു കൊടുക്കുന്നതും അപ്പൊ നിങ്ങളുടെ വ്യൂവേഴ്സ് എല്ലാവരും മണ്ടന്മാരാണല്ലേ. കാരണം നിങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ ഈ പ്രൊഡക്റ്റ് മേടിക്കണമെന്നുള്ളത്. ഞാൻ ആരുടെ വീട്ടിലും വന്നിട്ട് മേടിക്കുന്നത് പറഞ്ഞിട്ടില്ലെന്നാണ് ഹെലനോസ് പാട്ട പറഞ്ഞേക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്തായാലും ആ വീഡിയോസ് ഒക്കെ പോയി ഒന്ന് കാണണം വ്യൂവേഴ്സ്. അതായത് ഹെലനോസ് പാട്ടയുടെ അത്രയ്ക്ക് ആരഗന്റ് ആയിട്ടാണ് പുള്ളിക്കാരത്തി സംസാരിച്ചേക്കുന്നത്. ഓരോ സബ്സ്ക്രൈബേഴ്സിനോടും ഓരോ വ്യൂവേഴ്സിനോടും ചോദിച്ചേക്കുന്ന ചോദ്യമാണ്. ഞങ്ങളോട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ എന്തായാലും ഞാൻ ഹെലനോസ് പാട്ടയ്ക്ക് മറുപടി തന്നിട്ടുണ്ട്. ആസ് എ യൂട്യൂബർ, അതായത് സിംഗിൾ പേഴ്സൺ ആയ ഞാൻ എന്തായാലും അതിന്റെ ഒരു റെസ്പോൺസ് തന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എല്ലാവരും ആ കമന്റ്സ് അവരുടെ പോയി ചെക്ക് ചെയ്യുക. അപ്പം അതിനകത്തുള്ള സത്യാവസ്ഥ നിങ്ങൾക്കത് മനസ്സിലാവും. പിന്നെ ഞാൻ ചില ബിഫോർ ആൻഡ് ആഫ്റ്റർ വീഡിയോസ് നിങ്ങളെ കാണിച്ചിട്ടുണ്ട്, ഫോട്ടോസും കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ചില ക്വസ്റ്റ്യനുകളും ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതെന്തായാലും നിങ്ങളൊന്ന് നോക്കുക. എന്നിട്ട് അതിനുള്ള റിപ്ലൈ എന്തായാലും എനിക്ക് കമന്റ് ആയിട്ട് തരുക. പിന്നെ ഞാൻ എന്റെ ഒരു ലൈറ്റ് ഓഫ് ചെയ്തിട്ടും ആ ഒരു ട്രാൻസ്മിഷൻ, അതായത് ഒരേ സെക്കൻഡിനുള്ളിൽ അത് മാറുന്നത് എങ്ങനെയാണ് കറുത്തുനിന്ന് വെളുക്കുന്നതും വെളുത്തുനിന്ന് കറക്കുന്നതും എന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വിശ്വാസം ആവുകയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എല്ലാവരും കമന്റ് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇന്നത്തെ ദിവസം ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ എൻഡ് ചെയ്യുന്നു. അപ്പൊ എല്ലാവർക്കും ഗുഡ് ബൈ.